ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അവിവാഹിതയായ സാറയെയും അവരുടെ മകനായ ക്രിസിനെയുമാണ് കാണിക്കുന്നത്. ഇരുവരും പുതിയൊരു ജീവിതത്തിനായി ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട്ടിലേക്ക് മാറുകയാണ്. യാത്രാമധ്യേ ഒരു വൃദ്ധ അവരുടെ വാഹനത്തിൻ്റെ മുൻപിലേക്ക് ചാടി. വാഹനം നിർത്തിയ സാറ ഉടൻ തന്നെ ആ ഒരു വൃദ്ധയുടെ പക്കലേക്ക് പോയി. ഈ സമയത്ത് നൂറിൻ എന്ന ആ വൃദ്ധ അവൻ എൻ്റെ മകനല്ലെന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. സാറ നൂറിനോട് സംസാരിക്കാനായി ശ്രമിച്ചെങ്കിലും നൂറിൻ ഉത്തരം നൽകിയിരുന്നില്ല. ശേഷം നൂറിൻ കാറിലുണ്ടായിരുന്ന ക്രിസിനെ തുറച്ചു നോക്കുകയാണ്. അവളുടെ ആ ഒരു നോട്ടം സാറയെയും ഭീതിയിലാഴ്ത്തിയിരുന്നു. ഉടൻ തന്നെ അവൾ മരത്തിൽ തട്ടി അവിടെ ഒടിഞ്ഞു വീണിരുന്ന കാറിൻ്റെ സൈഡ് മിറർ എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവർ ഗ്രാമത്തിലുള്ള ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സാറ തൻ്റെ മകനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇരുവരുടെയും ബന്ധം വളരെ ദൃഢമായിരുന്നു. ഒരു ദിവസം അടുക്കളയിൽ ഒരു ചിലന്തിയെ കണ്ട് ക്രിസ് നിലവിളിച്ചു. സാറ ആ ചിലന്തിയെ പിടിച്ച് പുറത്തുവിട്ടു. എന്നാൽ ക്രിസിനെ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് തിരികെ വരുമെന്ന് ക്രിസ് സാറയോട് പറഞ്ഞു. തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആ ചിലന്തിയെ കൊന്നേനെയെന്നും എന്തുകൊണ്ടാണ് അച്ഛൻ നമുക്കൊപ്പം വരാഞ്ഞതെന്നും ക്രിസ് സാറയോട് ചോദിച്ചു. എന്നാൽ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ മറുപടി സാറ കൊടുത്തിരുന്നില്ല. ഇത് ക്രിസിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. കോപത്തോടെ അവൻ ചിലന്തിയെ ചവിട്ടുകയും കാട്ടിലേക്ക് ഓടുകയും ചെയ്തു. അത് കണ്ട് സാറയും അവനെ പുറകെ ഓടി. കാട്ടിലേക്ക് ഓടിയെത്തിയ അവൾ അവിടെ ഭീമാകാരമായൊരു കുഴി കാണാനിടയായി. എന്നാൽ ഈ ഒരു സമയത്ത് ക്രിസ് സാറയുടെ പുറകിലേക്ക് എത്തിയിരുന്നു. തൻ്റെ പിതാവിനെ പറ്റി ചോദിച്ചതിൽ ക്രിസ് ഈ സമയത്ത് ക്ഷമ ചോദിച്ചു. വിഷമത്തോടെ സാറ ക്രിസിനെ വാരിപ്പുണർന്നു. നിഗൂഢമാർന്ന ആ ഒരു കുഴി ക്രിസിനെ കാണിക്കാതെ സാറ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നു രാത്രിയിൽ വാതിൽക്കലിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതായി സാറയ്ക്ക് തോന്നി. അതോടെ സാറ വാതിലിനരികിലേക്ക് ചെന്ന് അത് പൂട്ടിയെന്ന് ഉറപ്പാക്കി. പിറ്റേന്ന് സാറ ക്രിസിനെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്കൂളിൽ ചേർത്തു. പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുന്നതിനായി ക്ലാസ്സിലെ പ്രോഗ്രാമുകളിലെല്ലാം പങ്കുചേരണമെന്ന് സാറ അവനോട് പറഞ്ഞു. എന്നാൽ ക്രിസിനെ സ്കൂളിലെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സാറ തൻ്റെ ബോസ് ലൂവീസ് ഉൾപ്പെടെയുള്ള പുതിയ സുഹൃത്തുക്കളുമായി ഒരു ഡിന്നർ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. അക്കൂട്ടത്തിലെ ഏവരും ആ ദേശത്തെ വിചിത്രമായ കഥകളെപ്പറ്റിയെല്ലാം സംസാരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഭ്രാന്തിയായ നോറയെക്കുറിച്ചും അവർ പരാമർശിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നോറ തൻ്റെ മകൻ്റെ ക്ലാസ് റൂമിലേക്ക് നിലവിളിച്ച് കൊണ്ടുപോയിപ്പോയിരുന്നു. അന്ന് 3 അധ്യാപകർ ചേർന്നാണ് അവളെ ക്ലാസ് റൂമിൽ നിന്നും പുറത്താക്കിയിരുന്നത്. അങ്ങനെ അവളുടെ കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. പിന്നീട് നോറയെ ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പുറത്തിറങ്ങിയ നോറ പിന്നീട് അത് തൻ്റെ മകനല്ലെന്നും പറഞ്ഞുകൊണ്ട് മകനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള കിംവദികൾ പ്രചരിക്കുന്നുണ്ടെന്നും അവർ സാറയെ അറിയിച്ചു. ഈ കഥ കേട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ സാറയ്ക്ക് ഉറങ്ങാനായി കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സമയത്ത് നിഗൂഢമർന്ന ചില ഒച്ചകളും വാതിലടയുന്ന ശബ്ദവും സാറ കേൾക്കുകയാണ്. ഭീതിയോടെ സാറ ക്രിസിനെ നോക്കാനായി അവൻ്റെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്ത് ക്രിസ് അവൻ്റെ ബെഡിലോ ആ വീട്ടിലോ ഉണ്ടായിരുന്നില്ല. താഴേക്ക് പോയ സാറയ്ക്ക് പിൻവാതിൽ തുറന്നിട്ടുള്ളതായി മനസ്സിലായി. ആശങ്കയോടെ സാറ ഒരു ടോർച്ചുമെടുത്ത് ആ അർദ്ധരാത്രിയിൽ മകനെ തിരയുകയാണ്. അവൾ ചുറ്റിലും നോക്കിയെങ്കിലും അവിടെയൊന്നും അവൾക്ക് ക്രിസിനെ കാണാനായി സാധിച്ചിരുന്നില്ല. കാട്ടിൽ നിന്നും നിഗൂഢമാർന്ന ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയതോടെ ഭീതിയോടെ അവൾ വീട്ടിലേക്കോടി പോലീസിനെ വിളിച്ചു. ഈ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കിയ അവൾ തൻ്റെ പുറകിലായി ക്രിസ് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ക്രിസ് അവളോട് പറഞ്ഞു. ഈ ഒരു ആഘാതം മൂലം സാറ് പിറ്റേന്ന് ഒരു ഡോക്ടറെ കാണാനായി ചെന്നു. താങ്കൾക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നും നെറ്റിയിലെ മുറിവ് എങ്ങനെ വന്നതാണെന്നും ഡോക്ടർ അവളോട് ചോദിച്ചു. അത് 1 വർഷം മുൻപ് സംഭവിച്ച അപകടത്തിൻ്റെ അടയാളമാണെന്ന് അവൾ ഡോക്ടർക്ക് മറുപടി നൽകി. ഉറക്കത്തിനായുള്ള ചില ഗുളികകൾ ഡോക്ടർ അവൾക്ക് നിർദ്ദേശിച്ചു. വീട്ടിലെത്തിയ സാറ പെട്ടെന്ന് അടുക്കളയിൽ ക്രിസിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതോടെ തനിക്ക് ഉത്കണ്ഠ കൂടുതലാണെന്ന് അവൾക്കും തോന്നുകയാണ്. അതിനാൽ തന്നെ ഉറക്ക ഗുളികകൾ കഴിച്ചാണ് അവൾ അന്ന് കിടന്നിരുന്നത്. പിറ്റേന്ന് അവൾ ഉണരുമ്പോൾ കുറച്ച് പൂക്കളുമായി ക്രിസ് അവൾക്കരികെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാട്ടിൽ പൂ ശേഖരിക്കാൻ പോയതിനെ ചൊല്ലി അവൾ അവനെ ശകാരിച്ചു. അവന് വിഷമമായെന്ന് മനസ്സിലാക്കി പിന്നീട് സാറ അവനെ വാരിപ്പുണർന്നു. പിറ്റേന്ന് സ്കൂളിലേക്ക് എത്തിയ സാറ ഒറ്റപ്പെട്ട് നടന്നിരുന്ന ക്രിസിനപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് മനസ്സിലാക്കി. തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ വീണ്ടും നോറിൻ എന്ന വൃദ്ധയെ കണ്ടിരുന്നു. വാഹനം നിർത്തിയതോടെ ക്രിസും നോറിനും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറ ഹോൺ മുഴക്കിയെങ്കിലും നോറിൻ മുൻപിൽ നിന്നും മാറിയിരുന്നില്ല. പിറുപിറുത്തുകൊണ്ട് അടുത്തേക്ക് വന്നിരുന്ന അവളെ
വഴിയിൽ നിന്നും മാറ്റുവാനായി സാറ വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇത് നിങ്ങളുടെ മകനല്ലെന്ന് ക്രിസിനെ നോക്കി നോറിൻ സാറയോട് പറഞ്ഞു. ഈ ഒരു സമയത്താണ് നോറിൻ്റെ ഭർത്താവായ ഡസ് അവിടേക്ക് കടന്നു വരുന്നത്. നോറിൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് ഡസ് സാറയോട് ക്ഷമാപണം നടത്തി. സാറ പോകാനൊരുങ്ങിയ സമയത്ത് നോറിൻ അത് നിങ്ങളുടെ കുട്ടിയല്ലെന്നും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഗ്ലാസിൽ ഇടിക്കുകയാണ്. ഇത് കണ്ട് ഡസ് അവളെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. ഭീതിയോടെ സാറ തൻ്റെ വാഹനവുമായി അവിടെ നിന്നും പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ക്രിസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തലമണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ നോറിൻ്റെ മൃതദേഹം സാറ കാണുകയാണ്. പിന്നീട് പോലീസ് എത്തി ഈ സംഭവത്തെക്കുറിച്ചുള്ള സാറയുടെ മൊഴിയെടുക്കുകയാണ്. ഈ സമയത്ത് ക്രിസ് മറ്റൊരു പോലീസുകാരനുമായി കുറച്ചകലെയായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ക്രിസ് ആ പോലീസുകാരൻ്റെ കൈയൊടിക്കുന്നതായി സാറയ്ക്ക് തോന്നുകയാണ്. പക്ഷേ അത് അവളുടെ വെറും തോന്നൽ മാത്രമായിരുന്നു. പിന്നീട് കുളിക്കുന്ന സമയത്ത് തൻ്റെ മുറിവിൽ നിന്നും രക്തം വരുന്നതായി സാറ ശ്രദ്ധിച്ചു. പിറ്റേന്ന് സാറ ജോലിക്കായി ലൂയിസിൻ്റെ ഷോപ്പിലേക്ക് പോയി. ഈ സമയത്ത് ലൂയിസ് നോറിൻ്റെ മരണത്തെപ്പറ്റി സാറയോട് ചോദിച്ചിരുന്നു. ഈ സമയത്ത് ക്രിസിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തെപ്പറ്റി അവൾ ലൂയിസിനോട് സൂചിപ്പിച്ചു. എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ടെന്നും കുട്ടികൾ അങ്ങനെ തന്നെയാണെന്നുമായിരുന്നു ലൂയിസിൻ്റെ മറുപടി. പിന്നീട് സാറ നോറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എല്ലായിടത്തും ഒരുപാട് കണ്ണാടികൾ തൂക്കിയിട്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നാൽ അതെല്ലാം കറുത്ത തുണി ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു. പിന്നീട് അവൾ ദുഃഖിതനായി നിന്നിരുന്ന നോറിൻ്റെ ഭർത്താവായ ഡസിനെ കണ്ടു. ക്രിസ് തൻ്റെ മകനല്ലെന്ന് നോറിൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് സാറ ഡസിനോട് ചോദിച്ചു. തങ്ങളുടെ മകൻ്റെ 8ാം പിറന്നാളിനു ശേഷം കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നെന്നും അങ്ങനെ നോറിൻ അത് തൻ്റെ മകനല്ലെന്ന് വിശ്വസിക്കുകയായിരുന്നുവെന്നും ഡസ് അവളോട് വെളിപ്പെടുത്തി. കണ്ണാടിയിൽ നോക്കിയാണ് അത് തൻ്റെ കുട്ടിയുടെ രൂപത്തിലുള്ള മറ്റോ എന്താണെന്ന് നോറിൻ മനസ്സിലാക്കിയതെന്നും അയാൾ അവളെ അറിയിച്ചു. കുട്ടിയെ കൊന്നത് നോറിനല്ലെന്നും ഇക്കാര്യം മനസ്സിലാക്കിയ താൻ തന്നെയാണെന്നും ഈ സമയത്ത് ഡസ് അവളോട് വെളിപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. സാറ പതിവ് പോലെ തന്നെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ്. കാട്ടുവഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അവിടെ ക്രിസിൻ്റെ പാവയെ കാണാനിടയായി. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുഴിയിൽ നിന്നും നിഗൂഢമാർന്ന ചില ശബ്ദങ്ങളും അവൾ കേൾക്കാനിടയായി. പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നത് അവളെ ഞെട്ടിച്ചിരുന്നു. പിന്നീട് അവൾ ക്രിസിനോട് നീ വീട് വിട്ട് പുറത്തു പോയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ പുറത്തു പോയിട്ടില്ലെന്നാണ് ക്രിസ് അവൾക്ക് മറുപടി നൽകിയിരുന്നത്. അതോടെ ആ ഒരു പാവ അവരുടെ നേരെ കാണിച്ചുകൊണ്ട് സാറ ചോദ്യം ആവർത്തിച്ചു. കോപാകുലനായ ക്രിസ് അമാനുഷികമായ ശക്തിയോടെ അവിടെ ഉണ്ടായിരുന്ന മേശ സാറയുടെ ദേഹത്തേക്ക് തള്ളി. പിന്നീട് ക്രിസ് വിഷമത്തോടെ സാറയോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് റൂമിലേക്ക് പോയി. അന്നു രാത്രിയിൽ ക്രിസിൻ്റെ കിടപ്പുമുറിയിൽ നിന്നും വിചിത്രമായ ചില ശബ്ദങ്ങൾ സാറ കേൾക്കാനിടയായി. അവൻ്റെ റൂമിൻ്റെ വാതിലിനടിയിലൂടെയും കീഹോളിനുള്ളിലൂടെയും സാറ ക്രിസിൻ്റെ റൂമിലേക്ക് നോക്കി. ഈ സമയത്ത് അവൾ ക്രിസ് മുറിയിൽ 4 കാലിൽ നടക്കുന്ന വിചിത്രമായ രംഗങ്ങൾ കാണുകയാണ്. പിന്നീട് ക്രിസ് ഒരു ചിലന്തിയെ പിടിച്ച് അതിനെ ഭക്ഷിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് സാറ ഭീതിയോടെ കിടപ്പുമുറിയിലേക്ക് ഓടി. സംശയം തോന്നിയ ക്രിസ് അവളെ പരിശോധിക്കാനായി അവിടേക്ക് വന്നിരുന്നു. അവൾ ക്രിസിനോട് സാധാരണ സംസാരിക്കാറുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയും അതോടെ അവൻ മടങ്ങിപ്പോവുകയും ചെയ്തു. പിറ്റേന്ന് സാറ ക്രിസിനെ ഒരു ഡോക്ടറെ കാണിച്ചു. ക്രിസിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടെന്ന് സാറ ഡോക്ടറോട് പറഞ്ഞു. ഇതെല്ലാം മാനസികാഘാതം മൂലമുള്ള സാറയുടെ തോന്നലാകുമെന്നാണ് ഡോക്ടർ കരുതിയിരുന്നത്. ഈ സമയത്ത് ഡോക്ടർ സാറയുടെ നെറ്റിയിലെ മുറിവ് ക്രിസിൻ്റെ പിതാവ് ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സാറ ക്രിസിനെ നിരീക്ഷിക്കാനായി ഒരു വീഡിയോ ക്യാമറ വാങ്ങി. അവളത് ക്രിസിൻ്റെ കിടപ്പുമുറിയിലെ ചുമരിൽ ഒളിപ്പിച്ചു വെച്ചു. ആ രാത്രിയിൽ ഉറക്ക ഗുളികകൾ കഴിക്കേണ്ടതില്ലെന്ന് സാറ തീരുമാനിച്ചു. രാവിലെ പതിവിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ് ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണ്. അന്ന് സാറ അവനുമായി സംസാരിക്കുന്ന സമയത്ത് ക്രിസ് അവളുടെ നെറ്റിയിലെ മുറിവിനുള്ളിലേക്ക് കൈയിടുകയാണ്. പക്ഷേ അത് സാറ കണ്ടിരുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഉച്ച കഴിഞ്ഞ് സാറ ക്രിസിൻ്റെ സ്കൂളിലെ പ്രോഗ്രാം കാണാനായി പോവുകയാണ്. ക്രിസ് അടക്കമുള്ള കുട്ടികൾ ചതുപ്പിലെ ദ്വാരത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടിയിരുന്നത്. പെട്ടെന്ന് ആ മുറി ഇരുണ്ടതാവുകയും ചുറ്റിലുമുള്ള ഏവരും അപ്രത്യക്ഷമാവുകയുമാണ്. ഈ നേരത്തെ ക്രിസ് നിഗൂഢമാർന്ന ഭാവത്തോടെയാണ് ആ ഒരു പാട്ട് പാടിയിരുന്നത്. ഭീതിയോടെ സാറ അവിടെ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവിടുത്തെ വാതിലുകൾ മുഴുവൻ പൂട്ടിയ നിലയിലായിരുന്നു.
ഈ സമയത്ത് ലൂയിസ് അവിടേക്കെത്തി. നിനക്കെന്താണ് പറ്റിയതെന്ന് സാറയോട് ചോദിക്കുകയാണ്. ഈ നേരത്ത് ക്രിസ് തൻ്റെ മകനല്ലെന്ന് സാറ ലൂയിസിനോട് പറഞ്ഞു. ഈ ഒരു നേരത്തെ ക്രിസ് തൻ്റെ ടീച്ചറുമായി സാറയുടെ പക്കലേക്കെത്തി. അവനെ കണ്ടതോടെ സാറ അവിടെ നിന്നും ഭീതിയോടെ ഓടിപ്പോയി. വീട്ടിലേക്കെത്തിയ സാറ ദൃശ്യങ്ങൾ പരിശോധിക്കാനായി അവൾ വെച്ചിരുന്ന വീഡിയോ ക്യാമറ കയ്യിലെടുത്തു. അതിലെ രംഗങ്ങൾ സാറയെ ഭീതിയിലാഴ്ത്തുകയും അവൾ ഡെസ്സിനെ കാണാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഡെസ് ഇവിടെയുള്ള കണ്ണാടികളെല്ലാം നോറിനാണ് തൂക്കിയിട്ടതെന്ന് അവളെ അറിയിച്ചു. കാരണം കണ്ണാടികൾക്ക് മാത്രമേ സത്യം വെളിപ്പെടുത്താനായി സാധിക്കൂ. മാത്രവുമല്ല, തൻ്റെ ഭർത്താവ് മനുഷ്യൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു നോറിൻ ഇപ്രകാരം ചെയ്തിരുന്നത്. ഡെസ്സിൻ്റെ മകനെ സംഭവിച്ച കാര്യം തൻ്റെ മകനും സംഭവിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് താൻ പകർത്തിയിരുന്ന ദൃശ്യങ്ങൾ സാറ ഡെസ്സിനെ കാണിക്കുകയാണ്. എന്നാൽ അത് കണ്ട് ഡെസ് ദേഷ്യത്തോടെ ആ ഒരു ക്യാമറ താഴേക്കെറിയുകയാണ് ചെയ്തത്. പിന്നീട് ഡെസ് തനിക്കൊന്നും അറിയില്ലെന്ന് നടിക്കുകയാണ്. എന്നാൽ സാറ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ സാറ ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് പുറത്തെടുക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ക്രിസ് അവളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് സ്കൂളിൽ നിന്നും ഓടിപ്പോയതെന്ന് അവൻ സാറയോട് ചോദിച്ചു. തനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണെന്ന് സാറ അവന് മറുപടി നൽകി. ശേഷം സാറ ക്രിസിനെ ആലിംഗനം ചെയ്തു. രാത്രിയിൽ സാറ ക്രിസിൻ്റെ ഭക്ഷണത്തിൽ മയക്കമരുന്ന് കലർത്തിയിരുന്നു. അന്നും ക്രിസ് മുൻപ് ഇഷ്ടമില്ലാതിരുന്നിരുന്ന ഒരു വിഭവം ആർത്തിയോടെ കഴിച്ചു. പിന്നീട് സാറ ക്രിസിൻ്റെ പ്രിയപ്പെട്ട ഗെയിം അവനോട് കളിക്കാനായി പറയുകയാണ്. എന്നാൽ ക്രിസിനെ ആ ഒരു ഗെയിം ഓർമ്മയുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് സാറ നീ എൻ്റെ മകനല്ലെന്ന് ക്രിസിനോട് പറയുകയാണ്. അതോടെ ക്രിസ് പിറുപിറുത്തുകൊണ്ട് സാറയെ ആക്രമിക്കുകയാണ്. ദേഷ്യത്തോടെ ക്രിസ് സാറയെ എടുത്ത് എറിഞ്ഞു. പിന്നീട് ക്രിസ് നോറിനെ ചെയ്തിരുന്നത് പോലെ സാറയുടെ തല കുഴിച്ചിടാൻ ഒരുങ്ങുകയാണ്. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് സാറയ്ക്ക് ബോധം വന്നിരുന്നു. അതോടെ അത് തൻ്റെ മകനല്ല, ക്രിസിൻ്റെ രൂപത്തിലുള്ള മറ്റേതോ ജീവിയാണെന്ന് സാറയ്ക്ക് ബോധ്യമായി. പിന്നീട് ക്രിസിൻ്റെ രൂപത്തിലുള്ള ആ ഒരു ജീവി സാറയുടെ തല കുഴിച്ചിട്ടു. എന്നാൽ താമസിയാതെ തന്നെ മയക്കുമരുന്ന് കഴിച്ചിരുന്നതിനാൽ ക്രിസ് അവിടെ മയങ്ങി വീണു. ഈ ഒരു തക്കത്തിന് സാറ കുഴിയിൽ നിന്നും തൻ്റെ തല പുറത്തെടുത്തു. പിന്നീട് സാറ ക്രിസിൻ്റെ രൂപത്തിലുള്ള ആ ജീവിയെ ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. ശേഷം അവൾ അവിടെയുണ്ടായിരുന്ന കാറിൻ്റെ മിറർ ഉപയോഗിച്ച് അവൻ്റെ മുഖം പരിശോധിച്ചു. അങ്ങനെ അവളുടെ അടുത്ത് ക്രിസിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ആ ഒരു ജീവിയുടെ ഭീകരമായ മുഖം സാറ കാണുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു ജീവി ഉണരുകയും സാറയെ ആക്രമിക്കാനായി ശ്രമിക്കുകയുമാണ്. ആ ജീവി പൈശാചികമായ ശബ്ദത്തിൽ അലറി. അതിനെ തള്ളിമാറ്റിക്കൊണ്ട് സാറ ബേസ്മെൻറ്റിൽ നിന്നും പുറത്തു കടന്ന് അതിൻ്റെ വാതിൽ പൂട്ടി. പിന്നീട് സാറ യഥാർത്ഥ ക്രിസിനെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അവൾ ഒരു ടോർച്ചുമായി കാട്ടിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവൾ കാട്ടിലുണ്ടായിരുന്ന ആ ഒരു നിഗൂഢമാർന്ന കുഴിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് അവൾ അറിയാതെ അതിനകത്തുണ്ടായിരുന്ന ഒരു തുരങ്കത്തിലേക്ക് വീഴുകയാണ്. അതിൻ്റെ ഉൾവശം വളരെ ഇടുങ്ങിയ നിലയിലായിരുന്നു. സാറ അതിലൂടെ മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങി. അതിനകത്ത് മനുഷ്യരുടെ അസ്ഥിക്കൂടങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് അവൾ അവിടെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന തൻ്റെ മകനായ യഥാർത്ഥ ക്രിസിനെ കാണുകയാണ്. ഉടനെ തന്നെ അവൾ ക്രിസിനെയും കോരിയെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഖമില്ലാത്ത വിചിത്രമായ ജീവികൾ ഉണരുകയാണ്. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന സാറയെ പിന്തുടരാൻ ആരംഭിച്ചു. കുട്ടിയെ വലിച്ചിഴച്ചുകൊണ്ടവൾ ഇടുങ്ങിയ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഒരേ സമയം ഒരു ജീവിക്ക് മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാനായി സാധിച്ചിരുന്നുള്ളൂ. പുറകെ വന്നിരുന്ന ജീവി സാറയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളുടെ രൂപം പകർത്തി. അത് കണ്ട് സാറ തൻ്റെ ടോർച്ച് ഉപയോഗിച്ച് അതിനെ അടിക്കുകയും അതിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയുമാണ്. അങ്ങനെ സാറ ആ ഒരു കുഴിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്കോടി. പിന്നീട് സാറ ക്രിസിനെ പരിശോധിക്കുകയും അവൻ കണ്ണു തുറക്കുകയും ചെയ്തു. ശേഷം സാറ ക്രിസിനെയും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തി. കാറിൽ കയറി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും അതിൻ്റെ ഡോറുകൾ ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അതോടെ സാറ ക്രിസിനെ അവിടെ ഇരുത്തി താക്കോലെടുക്കാനായി വീടിനകത്തേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് ബേസ്മെൻറ്റിലുണ്ടായിരുന്ന ക്രിസിൻ്റെ രൂപത്തിലുള്ള ജീവി സാറയെ വിളിക്കുകയാണ്. ആ ജീവിയെ കൊലപ്പെടുത്താനായി സാറ ആ ഒരു വീടിനെ തീയിട്ടു. ശേഷം സാറ തൻ്റെ മകനെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് സാറ ക്രിസിനെയും കൂട്ടി നഗരത്തിലേക്ക് താമസം മാറി. ക്രിസിനെ പരിശോധിക്കാനായി സാറ ഇടയ്ക്കിടെ അവൻ്റെ ഫോട്ടോകൾ എടുത്തിരുന്നു. മാത്രവുമല്ല, പുതിയ താമസ സ്ഥലത്ത് അവൾ നിരവധി കണ്ണാടികൾ തൂക്കിയിട്ടിരുന്നു. സന്തോഷത്തോടെയുള്ള അവരുടെ ജീവിതം കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.